ഇവിടെ നമുക്ക് ഈ ഒരു ആമയുടെ രൂപം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇതുപോലെ ഒരു ചിരട്ടയാണ്. അപ്പോൾ ആ ചിരട്ടയ്ക്ക് മുൻവശത്ത് കണ്ണ് കാണില്ല, കണ്ണില്ലാത്ത ചിരട്ടയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഓവറായിട്ട് അതിൻ്റെ ചകിരിയൊന്നും കളയില്ലും, ഒരു ലൈറ്റായിട്ട് അതിൻ്റെ ചകിരിയൊക്കെ അത്യാവശ്യം ചിരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ വൈറ്റ് കളറിലുള്ള MC-യിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം മാർക്കറ്റിലൊക്കെ 20 രൂപയുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കൊരു 2 പീസാണ് വേണ്ടത്. എന്നിട്ട് നമുക്കിത് നല്ലോണം രണ്ടുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടൈലിൻ്റെ ഒരു പീസാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫേസിലൊക്കെ നമ്മളിടുന്ന പൗഡർ അത്യാവശ്യം അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് മുകളിലെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ചെതറിയിടാം. എന്നിട്ട് നമുക്ക് ആ MC-യിൽ ഇതിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ പൈപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് ആ MC-യിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫെവിക്കോളാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ചിരട്ടയ്ക്ക് മുകളിലായിട്ട് അത്യാവശ്യം ആ ഫെവിക്കോളം തേച്ച് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ MC-യിലായതുകൊണ്ട് അവിടെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലോണം ആ ഫെവിക്കോളുമായിട്ടൊന്ന് ഒട്ടാനായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫെവിക്കോൾ തേക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ച ഒരു MC-ൻ്റെ ആ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഒരു പോർഷൻ നമുക്ക് മടക്കി ചിരട്ടിക്ക് ഉള്ളിലോട്ടാക്കിയാണ് വെക്കേണ്ടത്. ഇനി നമുക്കിതിന് മുകളിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അടപ്പ് വേണം. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പായാലും മതി. നമുക്കിതിന് മുകളിലായിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് അവിടെ വരും. അതുപോലെ തന്നെ ചെറിയ റൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു ക്യാപ്പ് ഇളക്കി കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കുഴൽ കൊണ്ടായാലും നമുക്ക് ഇതുപോലെ ചെറിയ റൗണ്ട് ഡിസൈൻ ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് MC-യിൽ എടുത്തിട്ട് അതിൻ്റെ വാലും പിന്നെ അതിൻ്റെ കാലും തലയും സെറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കാലും അതിൻ്റെ വാലും ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ തല ഉണ്ടാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഏകദേശമൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്തു നോക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ കരണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ പീസായാലും മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ണൊക്കെ നമുക്ക് കറക്റ്റ് കൊത്തിയെടുക്കാനും അതിൻ്റെ ആ ഒരു തലയിൽ ഡിസൈനൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. എന്നിട്ട് നമുക്കിത് ഏകദേശം ഒരു 2 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഉണക്കിയെടുക്കണം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു മുകളിലായിട്ട് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റും പിന്നെ ആ ഒരു കാലിനും തലയ്ക്കും ബാക്കിയുള്ള പോർഷനിലെല്ലാം നമുക്ക് വൈറ്റ് പെയിൻറ്റുമാണ് അടിക്കേണ്ടത്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.